ഇന്നത്തെ നമ്മൾ സ്പെഷ്യൽ അവിയലാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിൻ്റെ അരപ്പ് തയ്യാറാക്കിയിട്ടാണ് മാറ്റി വെക്കാം. അതിനുവേണ്ടി ഒരു മുറി തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 5-6 ചെറിയുള്ളി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂണോളം ചെറിയ ജീരകം, ഇതൊക്കെ കൂടി ഒന്നാണ്ട് ക്രഷ് ചെയ്തെടുക്കാം. സദ്യയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റമാണിത്. ബാക്കിയുള്ള ഐറ്റംസ് ഇഷ്ടമല്ല എന്നല്ല, പക്ഷെ ഇതിനോടൊരു പ്രത്യേക താല്പര്യം കൂടുതലാണ്. അപ്പോൾ അതാ നമ്മൾ അരപ്പൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് ഇനി ഒന്നാണ്ട് മാറ്റി വെക്കാം. ഇതിലുള്ള ബാക്കിയുള്ള പച്ചക്കറി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കൂടുതൽ ഐറ്റംസ് ഒന്നുമില്ല, കുറേന്നൊക്കെ കുറവാണ്. ഉള്ള ഐറ്റംസ് വെച്ചിട്ട് നമുക്കൊരു തട്ടിക്കൂട്ട് അവിയലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്, അതുപോലെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, പയർ, പച്ചപ്പഴം, ഇനി പച്ചക്കായ എന്നൊക്കെ പറയും, പലയിടത്തും പല പേരാണ് അതിന്. അപ്പോൾ അതൊക്കെ നീളത്തിലൊന്ന് അരിഞ്ഞിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട്. അരിഞ്ഞു വെച്ച പച്ചക്കറി എല്ലാതും കൂടി നമ്മളൊരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട്, അത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതിലേക്ക് നമ്മൾ എരിവിനനുസരിച്ചിട്ട് മുളക് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 2 മുളക് ആണ് എടുത്തുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 2-3 അല്ലി വേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി, ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. പച്ചക്കറി കഷ്ണങ്ങൾ വേവിക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ തീരെ വെള്ളം ചേർക്കാതെയാണ് വേവിക്കുന്നത്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് എല്ലാ കഷ്ണങ്ങൾക്കും വേവെത്തുന്ന രീതിയിൽ നോക്കണം. അതുപോലെ അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കണം. അപ്പോൾ അതുകൊണ്ട് ഈ ഇടയ്ക്കിടയ്ക്കൊന്ന് നമുക്ക് കഷ്ണങ്ങളൊന്നിങ്ങനെ ഇളക്കി കൊടുക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ അരപ്പിൽ ഉപ്പ് ചേർക്കാത്തതുകൊണ്ട് കഷ്ണങ്ങൾ നന്നായി ഉപ്പ് പിടിക്കാൻ ഇപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ് ബെറ്റർ. വെള്ളം ഒഴിക്കാതെ കഷ്ണങ്ങൾ വേവണില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. കൂടുതലാവാഞ്ഞാൽ മതി. കൂടുതലായാൽ നമ്മളെ കഷ്ണങ്ങളൊക്കെ വെന്തുടയും. അപ്പോൾ ആ രീതിയിൽ വെള്ളം ഒഴിക്കാതെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഞങ്ങളെ കഷ്ണങ്ങൾ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുക. അരപ്പ് ചേർത്തിട്ട് കഷ്ണങ്ങൾ ഉടയാത്ത രീതിയിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അരപ്പ് എല്ലാ ഭാഗത്തും തട്ടുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്നുണ്ട്, ഇതിൻ്റെ അരപ്പും ഈ കഷ്ണങ്ങളും തമ്മിലൊന്നിന് ജോയിൻ്റ് ആവാനും വേണ്ടിയിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. അപ്പോൾ അരപ്പും നമ്മളെ പച്ചക്കറിയും കൂടെ നന്നായിട്ട് വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണ് തൈര് ഒഴിച്ച് കൊടുക്കാം. കട്ടത്തൈരാണ് ബെസ്റ്റ്, എൻ്റെ കയ്യിൽ കട്ടത്തൈരല്ലായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇറക്കി വെക്കാം. ഇനി അത് അടുപ്പത്തൊന്നും ഇരിക്കണ്ട കേട്ടോ, നമുക്കുണ്ട് പുറത്തേക്ക് ഇറക്കി വെക്കാം. അപ്പോൾ നമ്മളെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അവിയലൊക്കെ റെഡിയായ സ്ഥിതിക്ക് നമ്മൾ അടുത്ത പരിപാടി ഫുഡ് അടിക്കലാണ്. അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ അവിയലെടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് അച്ചാറും ഒരു പപ്പടം, അതും കൂട്ടി നമുക്ക് ഫുഡ് അടിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ.